ദേവസ്വം പ്രോസിക്യൂട്ടർ നിയമനത്തിൽ സർക്കാരിനും മന്ത്രി കെ മുരളീധരനും നാണക്കേടുണ്ടാക്കിയ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നിലെ നോട്ടാ പിശക് കണ്ടെത്തി. ദേവസ്വം ബോർഡിലെ കേസുകൾ കൈകാര്യം ചെയ്യേണ്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിഭാഗം അഭിഭാഷകരെ നിയമിച്ച സംഭവത്തിൽ മന്ത്രിയുടെ 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ തൽസ്ഥാനങ്ങളിൽ നിന്നും നീക്കി. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരാണ് ഇരുവരും. സർവീസിലുള്ള ഇവരുടെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും സംഭവിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. പുറത്താക്കുന്ന 2 പേരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായിരുന്നു. ഏതായാലും UDF സർക്കാർ അധികാരമേറ്റ് 1 മാസം തികയും മുൻപേ ഉണ്ടായ വിവാദങ്ങളിൽ മന്ത്രി മുരളീധരൻ പെട്ടത് വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നു. സംഭവത്തിൽ ആരുടെയും തലയിൽ വച്ചുകെട്ടാനില്ല, കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് ആദ്യം പ്രതികരിച്ച മന്ത്രി പിന്നീട് സ്വന്തം ഓഫീസിൽ തന്നെ ശുദ്ധികലശം നടത്തി. ഭക്തരുടെ വിശ്വാസം തകർക്കുന്ന ഒരു നടപടിയും വെച്ചു പൊറുപ്പിക്കില്ലെന്ന് കൂടി വ്യക്തമാക്കുകയാണ് മന്ത്രി മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനായി ഹാജരായ KV പ്രദീപിനെ ദേവസ്വം പ്രോസിക്യൂട്ടറായി നിയമിച്ചതാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. ശബരിമലയിൽ നിന്നും ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടില്ലെന്ന് പരസ്യമായി വാദിച്ച അഭിഭാഷകനെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗമാക്കിയതാണ് കടുത്ത ദുരൂഹതകൾക്ക് വഴിവെച്ചത്. ഒരു അഭിഭാഷകന്റെ പശ്ചാത്തലം പരിശോധിക്കാതെ ഇത്തരമൊരു നിയമനത്തിന് ശുപാർശ നൽകിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവാദമായതോടെ പ്രദീപിനെ കൊണ്ട് രാജിവെപ്പിച്ച് സർക്കാർ തലയൂരുകയായിരുന്നു. എന്നാൽ മന്ത്രി കെ മുരളീധരൻ ഈ വീഴ്ചയെ വെറുതെ വിട്ടില്ല. നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും പരിശോധിച്ച ഫയലിൽ ഇത്രയും വലിയൊരു അപാകത എങ്ങനെ സംഭവിച്ചു എന്ന് മന്ത്രി നടത്തിയ അന്വേഷണമാണ് ഓഫീസിലെ 2 സ്റ്റാഫുകളിലേക്ക് വിരൽ ചൂണ്ടിയത്. നിയമന പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഘട്ടത്തിൽ അശ്രദ്ധ കാണിച്ചോ അതോ ബോധപൂർവം പ്രതിഭാഗം അഭിഭാഷകനെ തിരികെ കയറ്റിയോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മന്ത്രിയുടെ ഓഫീസിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ ഉത്തരവാദിത്ത വീഴ്ചയെ അതീവ ഗൗരവത്തോടെയാണ് മന്ത്രി മുരളീധരൻ കണ്ടത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നിയമവകുപ്പിന്റെയും IG-യുടെയും പരിശോധനകൾ കണ്ടുവന്ന ഒരു ഫയലിൽ ഇത്തരമൊരു നോട്ടപ്പിശക് സംഭവിച്ചത് വെറും അബദ്ധമാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടി കേന്ദ്രങ്ങളും. ഈ വീഴ്ചയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. സ്റ്റാഫ് അംഗങ്ങളെ മാറ്റിയത് കേവലം ഒരു നടപടി മാത്രമായി കാണേണ്ടതില്ലെന്നാണ് മന്ത്രാലയത്തിൽ നിന്നുള്ള സൂചനകൾ. വരാനിരിക്കുന്ന വലിയ അഴിച്ചുപണികളുടെ തുടക്കമാണിത്. തന്റെ ഓഫീസിൽ അനാസ്ഥ കാട്ടുന്ന ആരെയും വെച്ച് പൊറുപ്പിക്കില്ലെന്ന് വ്യക്തമായ സന്ദേശം തന്നെയാണ് മുരളീധരൻ ഇതിലൂടെ നൽകുന്നത്. ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ നിയമന വിവാദത്തിന് പിന്നാലെ ചിലർ കടുത്ത നിരീക്ഷണത്തിലാണ്. കൂടുതൽ പേർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഓഫീസ് ജീവനക്കാർ.